നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അങ്ങനെ IPL അതിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. വലിയ ആവേശം നിറഞ്ഞ പോരാട്ടങ്ങൾ പല രാത്രികളിൽ സമ്മാനിച്ച ഒരു IPL സീസൺ കൂടിയായിരുന്നു ഇത്. എന്തായാലും ഈ ഒരു IPL കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് എത്താൻ പറ്റാതെ പ്രകടനങ്ങളിൽ നിരാശപ്പെടുത്തിയ താരങ്ങളും ഒട്ടേറെ ഉണ്ടായിരുന്നു. ഇന്ന് കൂടെയുള്ളത് അനൂപ് ഷൺമുഖം, അതോടൊപ്പം MSK. അനുപേട്ട, നമുക്ക് ഈ ഒരു IPL കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ ഒരു നിർണായകമായ മത്സരത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്ലേ ഓഫാണ്, അതിൻ്റെ ആദ്യ മത്സരം നടക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം വന്നൊരു മത്സരത്തിൽ എല്ലാ ടീമുകളും 14 മത്സരം പൂർത്തിയാക്കി ആ ഒരു ഘട്ടം, വലിയൊരു ഘട്ടം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടൂർണമെൻറ്റിലെ വിലയിരുത്തുകൾ, അതായത് പെർഫോമൻസ്, നമ്മൾ പ്രതീക്ഷിച്ച താരങ്ങളൊക്കെ വലിയ പെർഫോമൻസ് നടത്തിയോ എന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ആകെ കണക്കെടുക്കുമ്പോൾ മികച്ച പ്രകടനങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ. പ്രതീക്ഷയ്ക്കത്തുയരാത്ത വലിയ പ്രതീക്ഷ ടീമുകളും ടീം മാനേജ്മെൻറ്റും ആരാധകരും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ താരങ്ങൾ എത്രമാത്രം പ്രകടനം നടത്തി, അവരോട് നീതി പുലർത്തി എന്നതും ഏറ്റവും പ്രധാനമാണ്. അതാണല്ലോ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ IPL 2026 സീസണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 10 താരങ്ങളെ മോശം, പ്രതീക്ഷയ്ക്കത്തുയരാതെ, മോശമെന്ന് പറയാൻ പറ്റില്ല, പല സാഹചര്യങ്ങളാണല്ലോ കളി. അങ്ങനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും മുമ്പിൽ വരുന്നത് എന്നെ സംബന്ധിച്ച് ഋഷഭ് പന്ത് ആയിരിക്കും. കാരണം ഞെട്ടിക്കുന്ന വില കൊടുത്താണ് അദ്ദേഹത്തെ ലക്നൗ സ്വന്തമാക്കുന്നത്. 27 കോടി രൂപയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. ഏതാണ്ട് IPL കാലയളവ് കണക്കെടുക്കുകയാണെങ്കിൽ 2 മാസത്തോളം നീളുന്ന ഈ IPL കാലത്ത് അദ്ദേഹത്തിൻ്റെ ദിവസം അദ്ദേഹത്തിന് പ്രതിഫലമായി വരുന്നത് ഏകദേശം 1/2 കോടിയോളം രൂപയാണ്. അതിനകത്ത് പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം പരാജയമായിരുന്നു, ബാറ്റിങ്ങിലും അദ്ദേഹം തീർത്തും പരാജയമായിരുന്നു. മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു താരമാണോ താനെന്ന് സംശയം ഉയർത്തുന്ന ഒരു സീസണാണ് ഋഷഭ് പന്തിനെ സംബന്ധിച്ച് കടന്നു പോകുന്നത്. വലിയൊരു നഷ്ടം അദ്ദേഹത്തിന് സമീപകാലത്തൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. എങ്കിൽ പോലും ഇത് വലിയൊരു നഷ്ടം തന്നെയാണ്. അതായത് 312 റൺസ് എടുത്തു. നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് 312 റൺസ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ ടീമിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം. 4 ക്യാപ്റ്റന്മാരെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ പലകുറി പറഞ്ഞു കഴിഞ്ഞതാണ്. 14 കളിയിൽ 134 റൺസും 10 വിക്കറ്റുകളാണ് ഹാർദിക് പാണ്ഡ്യ നേടിയത്. അദ്ദേഹവും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു താരമെന്ന നിലയിൽ അദ്ദേഹവും പരാജയപ്പെട്ടു. പിന്നീട് വരുന്നൊരു ക്യാപ്റ്റൻ, നിരാശപ്പെടുത്തിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഡൽഹിയുടെ അക്ഷർ പട്ടേലാണ്. അദ്ദേഹത്തിന് 134 റൺസും ഏതാണ്ട് 10 വിക്കറ്റുകളോടും ആണ് നേടാൻ, ഹാർദിക് പാണ്ഡ്യ 226 റൺസും 4 വിക്കറ്റുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. അക്ഷർ പട്ടേലിലേക്ക് വരുമ്പോഴാണ് 134 റൺസും 10 വിക്കറ്റുമായി മാറുന്നത്. പിന്നെ നിരാശപ്പെടുത്തിയ ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാദാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷ പുലർത്തിയ താരമാണ്. കഴിഞ്ഞ സീസണിലൊക്കെ 500-ലേറെ റൺസ് നേടി ചെന്നൈയുടെ കുതിപ്പിന് തുടക്കമിട്ട താരമാണ്. പക്ഷേ ഈ സീസണിൽ അദ്ദേഹത്തിന് മികച്ചൊരു പാർട്ണറെ കിട്ടിയിട്ട് പോലും അദ്ദേഹത്തിന് സമ്മർദ്ദമില്ലാതെ കളിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ സീസണിലെ ഏറ്റവും വലിയ നിരാശയായി തോന്നുന്ന ഒരു ഘടകമെന്ന് പറയുന്നത്. കാരണം 330ഓളം റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങി. കാരണം പവർ പ്ലേയിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള മെല്ലപ്പോക്ക് നയമെന്ന് പറയുന്നത് ചെന്നൈയുടെ കുതിപ്പിന് വലിയ വിഘാതമായി. നമുക്ക് വേണേൽ അനലൈസ് ചെയ്യുമ്പോൾ പറയാം, അവിടെ ഒരു ഭാഗത്ത് സഞ്ജു അടിച്ച് തകർക്കുന്നുണ്ട്, അവിടെ മറുഭാഗം വിക്കറ്റ് സൂക്ഷിച്ചു എന്നൊക്കെ പറയാം. പക്ഷേ അതല്ല, ഒരു കളിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, ആദ്യ 6 ഓവറുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്നും വന്നില്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിർണായകമായ ഒരു മത്സരത്തിൽ 21 പന്തിൽ 15 റൺസ് എടുത്ത് നിലകൊള്ളുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇങ്ങനെയൊക്കെ തോന്നുന്ന തുഴച്ചിൽ, അതായത് കഴിഞ്ഞ സീസണിലൊക്കെ ധോണി അവസാന കാലഘട്ടത്തിൽ നേരിട്ട ആ ഒരു പഴി ഋതുരാജ് ഗെയ്ക്വാദ് ആ ഒരു പാരമ്പര്യം തുടരുന്നു എന്നുള്ളൊരു സംശയത്തിലേക്ക് കൂടിയാണ് ഈ സീസൺ കൊണ്ടുപോയി. ഇങ്ങനെ 4 ക്യാപ്റ്റന്മാർ എന്നെ സംബന്ധിച്ച് വലുതായിട്ട് നിരാശപ്പെടുത്തുന്നത് ക്യാപ്റ്റൻ ബാറ്റ്സ്മാൻമാർ എന്നതിനെ സംബന്ധിച്ച്. പിന്നെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യകുമാർ യാദവ് അവിടെ ഒരു ഘടകമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടിയിട്ട് വലിയൊരു പ്രകടനം നടത്തിയിട്ടില്ല. കുൽദീപ് യാദവ് ഒരു മികച്ച നേട്ടമുണ്ടാക്കുമെന്ന് കരുതിയ ഇന്ത്യൻ പിച്ചുകൾ അദ്ദേഹം നേട്ടമുണ്ടാക്കുന്നില്ല അവസാന മത്സരത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് മനോഹരമായിട്ട് അവസാനിപ്പിക്കാമായിരുന്നു. ഒരു ഹാട്രിക്കിൻ്റെ വക്കിൽ അദ്ദേഹം എത്തിയാണ്. പക്ഷേ ആ വിക്കറ്റ് കീപ്പർ നഷ്ടപ്പെടുത്തുന്നതോടുകൂടി ഹാട്രിക് മോഹം പൊലിയുന്നു. ജിതേഷ് ശർമ്മ ഇന്ത്യ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ താരമാണ്. പക്ഷേ അദ്ദേഹം 14 കളിയിൽ കളിച്ചിട്ട് 90 റൺസ് മാത്രമാണ്. RCBയുടെ ഒരു മികച്ച വാഗ്ദാനമായി മാറുമെന്ന് പ്രതീക്ഷിച്ച ആ ഒരു താരം. പക്ഷേ RCB മുന്നേറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനത്തിൽ പ്രതിഫലിക്കുന്നില്ല. അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല വലുതായിട്ട്. പിന്നെ ഉള്ളത് ഡെവാൾ ബ്രേവിസ് ആണ്. ചെന്നൈയുടെ ശക്തമായിട്ടുള്ളൊരു ബാക്കപ്പ് ആവുമെന്ന് കരുതിയ അദ്ദേഹത്തിനും മികച്ചൊരു പ്രകടനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 11 കളികളിൽ 151 റൺസ് മാത്രമാണ്. ഇങ്ങനെയാണ് ഈ 10 താരങ്ങളാണ് ഈ സീസണിലെ ഏറ്റവും ഫ്ലോപ്പ് താരങ്ങൾ എന്ന് നോക്കിയാൽ പറയേണ്ടി വരിക. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു താരത്തെക്കുറിച്ചാണ്. അത് ഇപ്പോൾ പറയാത്ത പേരാണ് ജസ്പ്രീത് ബുംറയെക്കുറിച്ചാണ്. മുംബൈയുടെ ഈ തിരിച്ചടിയിൽ നമ്മൾ
ഹാർദിക് പാണ്ഡ്യയെ അകമഴിഞ്ഞ് കുറ്റപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ജസ്പ്രീത് ബുംറ എന്ന താരം അവിടേക്ക് ഒരു ചർച്ചാ വിഷയമായി പോലും കടന്നു വരുന്നില്ല എന്നതാണ് ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കാരണം 13 മത്സരങ്ങളിൽ 4 വിക്കറ്റ്, IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച മാച്ച് വിന്നറായിട്ടുള്ള IPL-ലെ 5 കിരീട നേട്ടങ്ങളിലും മുംബൈക്ക് വേണ്ടി നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള താരം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു IPL സീസണിലൂടെ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 102 അദ്ദേഹത്തിൻ്റെ ശരാശരി എന്നുള്ളത്. അത് ജസ്പ്രീത് ബുംറയെ സംബന്ധിച്ച് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. T20-യിലെ ഏറ്റവും മോശം റെക്കോർഡോടുകൂടി അവസാനിപ്പിച്ച ജസ്പ്രീത് ബുംറയെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടായാലും ഈ 10 താരങ്ങളെ നമ്മൾ ഒന്ന് ഈ സീസൺ പരിശോധിക്കുകയാണെങ്കിൽ ഇവരായിരിക്കും ഏറ്റവും നിരാശപ്പെടുത്തിയ താരങ്ങൾ എന്നെ സംബന്ധിച്ച്. ഇതിൽ ജസ്പ്രീത് ബുംറയെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കൻ താരം ഉണ്ടായിരുന്നു ഡെയിൽ സ്റ്റെയിൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ജസ്പ്രീത് ബുംറ അടുത്ത സീസണിൽ പർപ്പിൾ ക്യാപ്പ് നേടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വീണ്ടും തിരിച്ചു വരാനും അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെയുള്ള സാധ്യത ബുംറയ്ക്ക് അത് കൂടുതലാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം മുംബൈ ഇന്ത്യൻസ് അനുവദിക്കുകയും ചെയ്തു. ഇനി വരാനിരിക്കുന്ന ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര ഈ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള മത്സരത്തിലും അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടുണ്ട്. ശേഷം ഈ ഒരു കലണ്ടർ വർഷം ഒട്ടേറെ മത്സരങ്ങളാണ് ഇനി ഇന്ത്യക്ക് വരാനുള്ളത്. അതോ പലതും നിർണായകമായിട്ടുള്ള നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പോൾ ആ മത്സരത്തിലേക്ക് ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ടീം മാനേജ്മെൻറ്റിന് കൂടിയുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനമൊന്നും അത് കൈമോശം വന്നിട്ടില്ല എന്നുള്ളതും അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും അതൊരു ഈ ഒരു IPL-നെ സംബന്ധിച്ചിടത്തോളം മുംബൈയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണമായി. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പല ടീമുകളും തോൽക്കാനുള്ള കാരണം അവരുടെ താരങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നുള്ളത് തന്നെയാണ്. MSK എന്ത് പറയുന്നു ഈ ഒരു പ്രകടനങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ പ്രകടനമില്ലായ്മയെക്കുറിച്ച്? ഇപ്പോൾ നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ ഗെയ്ക്വാദിൻ്റെ ഫോമില്ലായ്മ അത് ചെന്നൈക്ക് തിരിച്ചടിയായതുപോലെ മറ്റു പല ടീമുകൾക്കും ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ പ്രകടനം ലക്നൌവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയായതിനെ കുറിച്ച്. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ടീമുകളെ ഇത് ബാധിച്ചിട്ടുള്ളത്? ജസ്പ്രീത് ബുംറയുടെ കാര്യം പറയുമ്പോൾ ബുംറ ഒരിക്കലും ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് വിക്കറ്റ്സ് ആണ്. നമ്മുടെ സൂര്യകുമാർ യാദവ് പറയുന്ന പോലെ നോട്ട് ഔട്ട് ഓഫ് റൺസ് അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്, നോട്ട് ഔട്ട് ഓഫ് ഫോം. കാരണം ബുംറയുടെ ഈ ടൂർണമെൻറ്റിലെ ഓവറുകൾ നോക്കുമ്പോൾ പിന്നെ വിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹം നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. കാരണം ബുംറയുടെ ആദ്യ ഓവറുകളൊക്കെ ആദ്യ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാറ്റ്സ്മാൻമാർ ഒരു വൈഭവ് സൂര്യവംശി ഒഴിച്ച് മറ്റുള്ളവരൊക്കെയും വളരെ കെയർഫുള്ളായിട്ട് ബുംറയ്ക്ക് വിക്കറ്റ് കൊടുക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അവരൊക്കെയും ബാറ്റ് ചെയ്തിരുന്നത്. അതായത് ബുംറയുടെ ഓവറുകളിൽ റൺസ് അധികം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അത് സേഫായിട്ട് കളിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുവിധം ഒരു 10 മത്സരങ്ങളെങ്കിലും ഈ എതിർ ബാറ്റർമാർ ബാറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ബുംറയെ മാറ്റി നിർത്തി മറ്റുള്ളവരെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ ബുംറയുടെ ആദ്യത്തെ 2 ഓവറിൽ ഒരു 10 റണ്ണോ മറ്റോ ആണ് പോവാറുള്ളത്. അതിനുശേഷവും 1-2 ബാറ്റ്സ്മാൻമാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ബുംറയെ അമിതമായി ഇദ്ദേഹത്തിന് വിക്കറ്റ് കൊടുക്കരുത് എന്ന രീതിയിൽ ബഹുമാനിച്ച ഒരു സീസണായിരുന്നു ഇത്. അപ്പോൾ ബുംറയ്ക്ക് വിക്കറ്റ് കിട്ടാത്തതൊരു പ്രശ്നം തന്നെയാണ്. ബുംറ അവരുടെ മെയിൻ സ്ട്രൈക്ക് ബോളറാണ്. എങ്കിലും നിങ്ങൾ പറയുന്നത്ര ഫോം ഔട്ടാണ് ബുംറ ബോളിങ്ങിൽ എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെയുള്ളത് മറ്റുള്ളവരെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം അനു പറഞ്ഞതുപോലെ ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ കൺമുന്നിൽ ഇങ്ങനെ ഫ്ലോപ്പായിട്ട് നിന്ന താരങ്ങളാണ്. ഇതിലേറ്റവും പ്രശ്നം എന്നുള്ളത് ക്യാപ്റ്റന്മാർ ഫോം ഔട്ട് ആകുമ്പോൾ ആ ടീം മൊത്തം ടീമിനെ മൊത്തം ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രതി എന്നുള്ളത് ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയാണ്. പല മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ മെല്ലെ പോക്ക് അവർക്ക് വിനയായിട്ടുണ്ട്. പിന്നെ ഋഷഭ് പന്ത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ കഴിഞ്ഞ സീസണും മോശമായിരുന്നു, ഈ സീസൺ അതിലും മോശമായിരുന്നു എന്ന രീതിയിലാണ്. ഒരു മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് ഒഴിച്ച് ഋഷഭ് പന്ത് എല്ലാ മത്സരത്തിലും പരാജയപ്പെട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ പ്രശ്നവും നമ്മൾ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇൻറ്റൻഷൻ ഇല്ലാതെയും അതുപോലെ തന്നെ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതിൽ ഒരുപാട് പരാജയപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേർ അതിൽ നിങ്ങൾ പറയാത്തൊരു പേര് എന്നുള്ളത് അർഷദീപ് സിംഗ് ആണ്. കാരണം അർഷദീപ് സിംഗ് നമുക്കറിയാം ഈ മൊത്തത്തിൽ ടൂർണമെൻറ്റിൽ ലോകകപ്പിലെ ഏറ്റവും മികച്ച ബോളർമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് പേസർ ബോളറാണ്, അന്താരാഷ്ട്ര അനുഭവങ്ങളിൽ ബോളറാണ്. പഞ്ചാബ് ഫസ്റ്റ് ഹാഫിന് ശേഷം അവർക്ക് തിരിച്ചടികൾ നേരിട്ട് അവർ പ്ലേ ഓഫിൽ പോലും എത്താതെ പോകുന്നതിൽ ഒരു വലിയ പങ്ക് അർഷദീപിൻ്റെ ഫോമൗട്ട് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോമൗട്ട് എന്ന് പറയുമ്പോൾ 500-ലധികം റൺസാണ് ഈ സീസണിൽ അദ്ദേഹം വഴങ്ങിയിട്ടുള്ളത്. പോരാതെ പല മത്സരങ്ങളിലും 50-ലധികം റൺസ് അദ്ദേഹം വഴങ്ങിയിട്ടുണ്ട്. അതിനൊപ്പം കളിക്കളത്തിന് പുറത്തെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ചർച്ചയായിട്ടുണ്ട്. തിലക് വർമ്മയെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചതടക്കം, അതുപോലെ മറ്റ് റീലുകളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഷാക്കിബ് ഹുസൈനെയും ഇതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അത് വിവാദമായിട്ടുണ്ട്. അപ്പം കളിക്കളത്തിന് പുറത്ത് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ ബാധിച്ചു എന്ന തരത്തിലുള്ള കമൻറ്റുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അർഷദീപ് സിംഗിനെയും ഈ ലിസ്റ്റിൽ പെടുത്താമെന്ന് പോകുന്നു. പിന്നെ നിക്കോളാസ് പൂരൻ. ഏറ്റവും രസകരമായ ഫോം ഔട്ട് എന്നുള്ളത് ജിതേഷ് ശർമ്മയുടേതാണ്. കാരണം ജിതേഷ് ശർമ്മ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു, എല്ലാവരും ഒന്ന് ഔട്ടാട്ടെ, എന്നിട്ട് ഞാൻ ഫോം ആവാൻ നിൽക്കുകയാണ്. നമ്മൾ കണ്ടം കളിയിൽ നമ്മൾ ഒരുപാട് മുമ്പിറങ്ങുന്ന ബാറ്റ്സ്മാൻമാർ ഔട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പുറകെ ഉള്ള ആൾക്കാരുണ്ടാവും, എനിക്കും ഒന്ന് ബാറ്റ് കിട്ടണം എന്ന രീതിയിൽ. അതേ രീതിയിൽ ജിതേഷ് ശർമ്മ താൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞ ഒരു സീസണായിരുന്നു. പക്ഷേ ജിതേഷ് ശർമ്മയിലേക്ക് ബാറ്റിങ്ങിന് എത്തിയപ്പോൾ പല മത്സരങ്ങളിലും അദ്ദേഹം നിരാശപ്പെടുത്തുന്നു. 100 റൺസ് പോലും അദ്ദേഹത്തിന് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം ജിതേഷ് എന്ന താരം, ഒരു വിക്കറ്റ് കീപ്പർ, അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ പിന്നെ പരാജയപ്പെട്ട വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ്. മെയിൻലി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് വലുതായിട്ട് അദ്ദേഹത്തെ ബാക്ക് ഫയർ ചെയ്തിരിക്കുന്നത്. പിന്നെ നിക്കോളാസ് പൂരനെ പോലുള്ള താരങ്ങളുണ്ട്, കുൽദീപിനെ പോലുള്ള താരങ്ങളുണ്ട്. കുൽദീപിൻ്റെ ഒന്നും പക്ഷേ ഈ ക്യാപ്റ്റന്മാരുടെ ഫോം, അതായത് അവരുടെ ഫോം തന്നെയായിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ബുംറയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അനിവാര്യമാണെന്ന് തോന്നുന്നു. ഈ ബുംറ ആദ്യ ഓവറുകൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ കരുതലോട് കളിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബുംറ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു താരമാണ് എതിരാളിയെ സംബന്ധിച്ച്. കാരണം അദ്ദേഹത്തിൻ്റെ ആ 4 ഓവറുകൾ 24 പന്തുകൾ 2020 ക്രിക്കറ്റിലെ എല്ലാ എതിരാളിയെ സംബന്ധിച്ചും ഭയപ്പാട് സൃഷ്ടിക്കുന്നതാണ്. അദ്ദേഹത്തെ കരുതലോടുകൂടി കളിക്കാൻ തന്നെയാണ് എന്തായാലും താരങ്ങൾ സൃഷ്ടിച്ചത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് തൊട്ട് പിന്നാലെ വരുന്ന ബൗളർമാർ കൊയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് സാധാരണയായി കാണുന്നത്. അതായത് ബുംറ എതിരാളിയെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കരുതലോടെ കളിച്ച് അടുത്ത ആളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന കാര്യമാണ്. ബുംറയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം തുടക്കത്തിലെ വിക്കറ്റ് വീഴ്ത്തുന്നില്ല, ആദ്യത്തെ 4 പവർ പ്ലേ ഓവറുകളുടെ നന്നല്ല. അതിലുപരി അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയിലാണ് സമീപകാലത്ത് നമ്മൾ കാണുന്ന എല്ലാ കാഴ്ചയും. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 2 ഓവറിനേക്കാൾ നിർണായകമാണ് അദ്ദേഹം അവസാനം എറിയുന്ന നിർണായകമായിട്ടുള്ള ഓവറുകൾ. അദ്ദേഹം അവസാന ഓവറുകൾക്ക്, അതായത് 17, 18, 19 ഓവറുകൾ എറിയുന്ന ഘട്ടത്തിൽ അദ്ദേഹം വിട്ട് നൽകാത്ത റൺസാണ് ഒരു അർത്ഥത്തിൽ ഇന്ത്യയുടെ 2 ലോകകപ്പുകൾ പോലും വിജയത്തിൽ പോലും നിർണായകമായിട്ടുള്ളത്. നമ്മൾ കണ്ടാണ്, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കണ്ടാണ് 18-ാം ഓവറിലെ ആ വിക്കറ്റ് നിയന്ത്രണം. അതേപോലെ കഴിഞ്ഞ ഫൈനലിലും നമ്മൾ കണ്ടതാണ്. ഈ ലോകകപ്പ് ഇത്തവണയും നമ്മളത് കണ്ടത് അങ്ങനെ തന്നെയാണ്. ഇനി IPL ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ IPL ഏറ്റവും ആവേശകരമായിട്ടുള്ള 2 ഫൈനലുകൾ ഉണ്ട്, 2017-ലും 2019-ലും. എന്താണ് കാരണമെന്നറിയാമോ? ആ 2 ഫൈനലുകളും മുംബൈ ജയിച്ചത് കേവലം ഒറ്റ റൺസിൻ്റെ വ്യത്യാസത്തിലാണ്. ഒറ്റ റൺസിനായിരുന്നു ആ വിജയം. ആ 2 വിജയങ്ങളിലും നിർണായക പങ്ക് വഹിച്ചത് ജസ്പ്രീത് ബുംറയുടെ ഓവറുകളായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് 2017-ലേക്ക് വരുമ്പോൾ അവസാന ഓവർ എറിയുന്നത് മിച്ചൽ ജോൺസൺ ആണ്. അദ്ദേഹം 11 റൺസ് വേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ അദ്ദേഹം വിക്കറ്റ് എടുക്കുകയും കളി ജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് തൊട്ട് മുമ്പ് അത് അടുത്ത 2019-ലേക്ക് വരുമ്പോഴാണ് അത്. ഇത് 2017-ൽ പൂനെ സൂപ്പർ ജയൻസിനെതിരെയാണ് അന്ന് ഒരു റൺസിന് ജയിക്കുന്നത്. മറുഭാഗത്ത് ധോണി ആയിരുന്നതാണ്. ധോണിയുടെ നിർണായകമായ ഒരു വിക്കറ്റും അദ്ദേഹം വീഴ്ത്തുന്നുണ്ട്. 2019-ലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബുംറ എറിഞ്ഞിട്ടുള്ള നിർണായക ഓവർ അദ്ദേഹം കാണിച്ച പ്രകടനം, ആ കളിയിൽ അദ്ദേഹം 4 വിക്കറ്റുകൾ വീഴ്ത്തുകയും താരമാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ അവസാന ഓവർ എറിഞ്ഞത്, അതായത് മധ്യ ഓവറുകളിൽ അടി വാങ്ങിച്ചു കൂട്ടിയ ലസിത് മലിംഗയ്ക്കാണ് രോഹിത് ശർമ്മ പന്ത് നൽകുന്നത്. പക്ഷേ ആ രോഹിത് ശർമ്മയുടെ ഒരിക്കൽ കൂടി പറയാം, രോഹിത് ശർമ്മ ഉയർത്തിയ 5 കിരീടങ്ങളിലും ജസ്പ്രീത് ബുംറ എന്ന താരത്തിന് നിർണായക പങ്കുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. നോക്കൂ, 2013-ലെ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ സീസണാണ്. അത് 2 കളികളിൽ 3 വിക്കറ്റ് മാത്രമേ അദ്ദേഹം വീഴ്ത്തുന്നുള്ളൂ. എക്കോണമിയും 10 ആയിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അന്നൊരു തുടക്കക്കാരനായിരുന്നു. 2015-ലേക്ക് വരുമ്പോൾ അദ്ദേഹം 4 കളികളിൽ 3 വിക്കറ്റുകൾ വീഴ്ത്തുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിലേക്ക് അദ്ദേഹം മാറുകയാണ്. 2017 എന്ന് പറയുമ്പം മുംബൈയുടെ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കറായി അദ്ദേഹം മാറുന്നുണ്ട്. 16 കളികളിൽ 20 വിക്കറ്റ്, ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് 15 റൺസിന് 3 വിക്കറ്റായിരുന്നു. 2019-ലേക്ക് വരുന്ന ഈ 2 സീസണുകളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1 റൺസിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതിൽ 2019-ൽ അദ്ദേഹം 16 വിക്കറ്റ് കളികളിൽ നിന്നായിട്ട് 19 വിക്കറ്റുകൾ നിർത്തുന്നു. 6.63-ലേക്ക് അദ്ദേഹത്തിൻ്റെ എക്കോണമി കുറയുന്നുണ്ട്. ആ സീസണിലും ബുംറയായിരുന്നു മുംബൈയുടെ മികച്ച വിക്കറ്റ് ടേക്കർ എന്നുള്ളത്. 2020-ൽ വീണ്ടും അവസാനമായിട്ട് മുംബൈ കപ്പ് ഉയർത്തുമ്പോൾ അദ്ദേഹവും അതേ നേട്ടം ആവർത്തിക്കുന്നു. മുംബൈക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തുന്നു. ഓർക്കുക, 15 കളികളിൽ 27 വിക്കറ്റുകളാണ് ആ സീസണിൽ അദ്ദേഹം വീഴ്ത്തുന്നത്. ഒരു സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തിലേക്ക് അദ്ദേഹം മാറുന്നു. 14 റൺസ് മാത്രം നൽകി 4 വിക്കറ്റ് വീഴ്ത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത്. ആ സീസണിലും 6 റൺസ് മാത്രമാണ് ശരാശരി. പക്ഷേ ഇത്തവണ വരുമ്പോഴേക്ക് നോക്കൂ, എത്രയാണ് അദ്ദേഹത്തിൻ്റെ ശരാശരിയും സ്ട്രൈക്ക് റേറ്റും എന്നൊക്കെ നോക്കൂ. അത് ബുംറ, നമ്മൾ ഇടക്കാലത്ത് ഈ സീസണിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം, ബുംറ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ള. അത് 2020 ലോകകപ്പ് സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തെ കൂടുതലായിട്ട് ആക്രമിക്കുന്നത്. ഇപ്പോൾ ഈ IPL-ൽ വൈഭവ് സൂര്യവംശി ആദ്യ പന്തിൽ തന്നെ 6 അടിക്കുന്ന ഒരു തരത്തിലേക്ക് ജസ്പ്രീത് ബുംറ മാറുന്നുണ്ടോ എന്നുള്ളതൊരു സംശയമാണ്. അദ്ദേഹത്തിൻ്റെ പീക്ക് കാലം കഴിഞ്ഞോ എന്നുള്ളൊരു സംശയം. അദ്ദേഹത്തിന് പ്രായമാവുകയാണ്. ആ ഒരു കാര്യങ്ങൾ കൂടി ഈ കളിയിൽ ബാധിക്കുന്നുണ്ടോ എന്നത് ഒരു വിഷയമാക്കേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും അതൊരു
വിഷയമാണ്, പീക്ക് കഴിഞ്ഞോ എന്നുള്ളതൊരു വിഷയമാണെങ്കിൽ കൂടിയും പിന്നെ അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുംറയുടെ ഫോമിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ബുംറ ഒരു ക്യാപ്റ്റൻസി ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ്. ഒരു മത്സരത്തിൽ അദ്ദേഹം ക്യാപ്റ്റനായപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ മത്സരത്തിൽ പിന്നെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ വേറെ തരത്തിലൊരു കുറച്ചുകൂടി മത്സരത്തിലേക്ക് ഇൻവോൾവ് ചെയ്തൊരു ബുംറയാണ് നമ്മൾ കണ്ടത്. പക്ഷെ മറ്റു മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ടീമിലെ മൊത്തത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോമിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ മുംബൈയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ടീമുകളിൽ 2 ടീമുകളാണ്. ഈ 2 ടീമുകൾ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ ഈ ഒരു പ്രാവശ്യം ഈ ഒരു സീസണിൽ അവർ ആദ്യം തന്നെ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്ന ടീമുകളിലൊന്നാണ്. ആകെ 10 മത്സരങ്ങളാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 14 മത്സരങ്ങൾ കളിക്കുമ്പോൾ 10 മത്സരങ്ങൾ തോറ്റു, 4 മത്സരങ്ങളാണ് അവർക്ക് ജയിക്കാൻ കഴിയുന്നത്. ആ രീതിയിലേക്ക് ആ ടീം മാറി എന്നുള്ളതും അത് ഇനി ആ ഒരു മാനേജ്മെൻറ്റ് അതിനെ കുറിച്ച് ഇനി ഒരു പുനർചിന്തനം നടത്തിക്കൊണ്ട് അവർ എങ്ങനെ ഇനി ആ ടീമിനെ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് കൂടിയും ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റൻ ഫ്ലോപ്പാണ് എന്നുള്ളതും ആ ക്യാപ്റ്റന് കീഴിൽ ആ ടീം ഒരിക്കലും സെറ്റായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ആ ടീമിൽ ഏത് രീതിയിലാണ് എന്നുള്ളത് ആ ടീമിൻ്റെ ഘടന അതിന് പുറത്തു വരുന്ന വാർത്തകളൊക്കെ പലപ്പോഴും മനസ്സിലാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ചെന്നൈയിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് ആ വാർത്തകൾ വരുന്നു. അപ്പോൾ ഈ രീതിയിൽ ആ ക്യാപ്റ്റൻ്റെ ഒരു റോൾ ഇപ്പോൾ നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ ആ ടീമിനുള്ളിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിൽ അവരെ ബാധിച്ചിട്ടുണ്ട്. അത് ജസ്പ്രീത് ബുംറ ഉൾപ്പെടെയുള്ള എല്ലാ താരങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ക്യാപ്റ്റനെ പലപ്പോഴും പുറത്തിരുത്തിക്കൊണ്ട്, അതായത് ഹാർദിക് പാണ്ഡ്യയെ പുറത്തിരുത്തിക്കൊണ്ട് അവർ മത്സരങ്ങളിലേക്ക് ഇറങ്ങുന്നു. അതെ, ആ പരിക്കിൽ എത്രത്തോളം ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ സീസണോട് ക്യാപ്റ്റൻസി മാത്രമല്ല അദ്ദേഹത്തെ മുംബൈ ടീമിന് ആവശ്യമുണ്ടോ എന്നതുപോലും ചർച്ചയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം കിരൺ പൊള്ളാഡ് അവരുടെ കോച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വശവും പരിശോധിക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു പരിധിയോളം ഇത് ക്യാപ്റ്റൻ്റെ മാത്രം കുറ്റമല്ല എന്ന് പറഞ്ഞ് ഹാർദിക് പാണ്ഡ്യയെ സംരക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അടുത്ത സീസണിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സുരക്ഷിതമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ IPL ചരിത്രത്തിൽ തന്നെ ഓൺ ക്യാഷ് ഡെലിവറിയിൽ, അതായത് മൊത്തം പൈസയും കൊടുത്ത് പിടിച്ച് വാങ്ങിച്ച് എടുത്ത ഒരു താരമാണ്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഒരിക്കലും ഒരു മോശം താരമെന്ന് നമുക്ക് പറയാനേ കഴിയില്ല. കാരണം ഗുജറാത്ത് ടൈറ്റൻസിനെ പോലെ ഒരു പുതിയ സംഘത്തെ IPLൻ്റെ ആദ്യ സീസൺ തന്നെ ചാമ്പ്യന്മാരാക്കുന്നു, രണ്ടാമത്തെ സീസണിൽ അവരെ റണ്ണേഴ്സ് അപ്പ് ആക്കുന്നു. അങ്ങനെ വന്ന ഒരു താരത്തിൻ്റെ മികവ് കണ്ടിട്ട് തന്നെയാണ് IPL മുംബൈ അവരെ ചാക്കിട്ട് പിടിച്ചത്, അവരുടെ പണക്കൊഴുപ്പ് കാണിച്ചതും. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിയന്ത്രിക്കാവുന്ന താരനിരയായിരുന്നു അവിടെ ഒരു ടീമായിട്ട് ആശിഷ് നെഹ്റ എന്ന് പറഞ്ഞ കോച്ചിന് കീഴിൽ അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നീങ്ങാൻ പറ്റി. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുംബൈയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപരി ഈ ക്യാപ്റ്റൻസി ആഗ്രഹിച്ച ഒരു നിര താരങ്ങൾ അവിടെ നിൽക്കുന്നു. അദ്ദേഹത്തെക്കാളും സീനിയർ ആയിട്ടുള്ള താരങ്ങൾ അവിടെ നിൽക്കുന്നു. അവിടെ ഈഗോ വർക്കൗട്ട് ആവുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ചില തീരുമാനങ്ങൾ, ജസ്പ്രീത് ബുംറയിൽ നിന്നും ആദ്യ ഓവർ ഏറ്റെടുക്കാനുള്ള തീരുമാനം വിമർശന വിധേയമാകുന്നു. അതിലുപരി അദ്ദേഹത്തിന് നേരിട്ട കൂവൽ, വാങ്കഡയിലടക്കം നേരിട്ട കൂവലും ഒരു പ്രധാന കാരണമാകാം. ഒരു താരത്തിൻ്റെ ആത്മവിശ്വാസം പാടെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനം അവരുടെ ആരാധകരിൽ നിന്ന് തന്നെ, അവരുടെ തട്ടകത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ ഹാർദിക് പാണ്ഡ്യയും ടീമും അതിശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ. ആദ്യ സീസണിൽ സമാനമായിട്ടുള്ള ഒരു തിരിച്ചടി നേരിട്ടിട്ട് കഴിഞ്ഞ സീസണിൽ അവർ പ്ലേ ഓഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനുശേഷമാണ് വീണ്ടും ഇതിനിടയിൽ അദ്ദേഹം പ്രൂവ് ചെയ്യുന്നുണ്ട്. 2020 ലോകകപ്പിൽ താൻ ആരാണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ട്. ദേശീയ ഹീറോ ആയിട്ട് അദ്ദേഹം ഹാർദിക് പാണ്ഡ്യ മാറുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അവിടുത്തെ തലക്കനവും ഈഗോ ക്ലാഷും മാത്രമാണ്. അതിന് ഒരു പരിഹാരം ഒരു പക്ഷേ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയെ വിട്ടുകളയുക എന്നുള്ളതായിരിക്കും മുംബൈയെ സംബന്ധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അതവർ നടപ്പാക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ചെന്നൈയോ പഞ്ചാബോ ഒക്കെ ഹാർദിക് പാണ്ഡ്യയെ ലക്ഷ്യമിട്ടേക്കാൻ വരുന്ന സീസണിൽ നിന്നാണ് തോന്നുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലും മുംബൈ ക്യാമ്പിൽ മാത്രമാണ് നിൽക്കുന്നത്. നമ്മൾ താരങ്ങൾ മറ്റു ടീമുകളിലുണ്ട്. അല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇതോടൊപ്പം പറയുന്നത് ചെന്നൈയുടെ മറ്റൊരു കാര്യം കൂടി പറയണം. അപ്പോൾ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസൺ എന്ന താരം ഈ വർഷം 2 സെഞ്ചുറി, ഈ സീസണിൽ 2 സെഞ്ചുറി അടിച്ച താരം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം ഒരുപക്ഷെ അതിനെ ഇല്ലാതാക്കിയത് ഒരു ഗെയ്ക്വാദിൻ്റെ ഒരു കൂട്ടുകെട്ട് അവിടെ അദ്ദേഹത്തിന് മികച്ച പിന്തുണ നൽകിയില്ല എന്നുള്ളത് തന്നെയാണ്. ആ ക്യാപ്റ്റനും ഫ്ലോപ്പായി. അദ്ദേഹം ആ ഓപ്പണിങ്ങിൽ ഉണ്ടാക്കുന്ന ഒരു അപകടങ്ങൾ അത് പിന്നീട് ടീമിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. ആയുഷ് മാത്രമൊക്കെ നന്നായി കളിക്കുന്ന സമയത്ത് പലപ്പോഴും പറഞ്ഞതാണ് ഈ ആയുഷ് മാത്രയെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവരണം. സഞ്ജു സാംസണും ആയുഷ് മാത്രയെ ഉണ്ടാകുന്ന ഒരു ഓപ്പണിംഗ് സഖ്യം പ്രധാനപ്പെട്ട അവരെ ആ ടീമിന് മികച്ച സ്കോർ ഒരുക്കാനും അത് വിജയത്തിലേക്ക് നയിക്കാനൊക്കെയുള്ള സാധ്യതകൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടാണ്. അതായത് ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ നിരീക്ഷകർ ഉൾപ്പെടെ ആ സാധ്യതകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ഗെയ്ക്വാദ് എന്നാണ് പിന്നീട് ആ ഓപ്പണിംഗ് സ്ഥാനം വിട്ടുകൊടുക്കുന്നത് അവസാന ഘട്ടത്തിലാണ്. അതായത് പിന്നീട് ഈ ഒരു
ടീമിന്, അതായത് സഞ്ജു സാംസൺ, ആയുഷ് മാത്രമൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ വലിയ കൂട്ടുകെട്ട്, നല്ലൊരു കൂട്ടുകെട്ട് പിറന്നേനെ, ഒരുപക്ഷെ നല്ല സ്കോറിലേക്ക് മത്സരങ്ങളെ എത്തിക്കാനും ഒരുപക്ഷെ കഴിഞ്ഞേനെ. അപ്പോൾ ഈ തരത്തിൽ ഒരു ക്യാപ്റ്റൻ എടുക്കുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ ബാറ്റർ എന്നുള്ള ഒരു ഘടകത്തിലും ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ ഒരു ഫ്ലോപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലായ്മ എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം. അത് സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിരുന്നു. കാരണം അത്രയും നന്നായി കളിക്കുന്ന ഒരു താരത്തിന് വേണ്ട രീതിയിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ അവിടെ ഗെയ്ക്വാദിനെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് കൂടി ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടുന്നതാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഓപ്പണിംഗ് പാർട്ണർഷിപ്പിനെ രണ്ട് രീതിയിൽ ചെന്നൈയുടെ ഓപ്പണിങ്ങിനെ നമുക്ക് നോക്കാം. ഒന്നുകിൽ ഏത് ടീമിനെ സംബന്ധിച്ച് ഒരാൾ ആക്രമിച്ച് കളിക്കുകയാണെങ്കിൽ മറുഭാഗത്ത് ആങ്കർ ചെയ്ത് കളിക്കുക, ഒരു അറ്റം സൂക്ഷിക്കുക എന്നത് ക്രിക്കറ്റിലെ ഒരു സാധാരണ എല്ലാ ടീമുകളും പാലിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദം എതിരാളികളിൽ കൊടുത്തു എന്നുള്ളതാണ് ഋതുരാജ് ഗെയ്ക്വാദിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിൽ 2 അർദ്ധ സെഞ്ചുറികളുണ്ട് ഈ സീസണിൽ. ഗുജറാത്തിനെതിരെ നേടിയ 74 റൺസോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നിർണായകമായ മത്സരത്തിൽ ഒരറ്റം കാത്തു സൂക്ഷിച്ച് നിന്നെങ്കിൽ പോലും 21 പന്തിൽ 15 റൺസ് എന്നുള്ളൊരു സ്കോർ. അത് 2020 ഒരു ഘട്ടത്തിലും അംഗീകരിക്കാൻ കഴിയാവുന്ന, പ്രത്യേകിച്ച് പവർ പ്ലേയിൽ അല്ലെങ്കിൽ ഓപ്പണറെ സംബന്ധിച്ച് ആ ഒരു ഭാഗത്തുണ്ടാകുന്ന, പിന്നെ മിക്കവാറും മത്സരങ്ങളിൽ നേരത്തെയുള്ള പുറത്താകലുകൾ മറുഭാഗത്ത് സഞ്ജുവിൻ്റെ കൂടി ബാറ്റിംഗ് ഫ്ലോയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ തനതായ ഗെയിമിലേക്ക് മാറി. പക്ഷേ സഞ്ജു ആദ്യ 3 മത്സരങ്ങളിൽ പരാജയമായെങ്കിലും പിന്നീട് അദ്ദേഹം പാഠം ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം ശൈലി മാറ്റുന്നത് നമ്മൾ കണ്ടു. ഉറച്ചു നിൽക്കുകയും ഷോട്ട്സ് നോക്കി കളിക്കുകയും ചെയ്യുന്ന, പന്തിനെ നോക്കി കളിക്കാനും ചെയ്യുന്ന, അതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് അദ്ദേഹം മികച്ച സ്കോറിലേക്ക് പിന്നീട് വരുന്നതും. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് അവിടെ തകർന്നു പോവുകയും അനാവശ്യ പ്രഷർ തുടക്കത്തിൽ പവർ പ്ലേയിൽ തന്നെ ചെന്നൈയുടെ മറ്റു ബാറ്റ്സ്മാൻമാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു പക്ഷേ സഞ്ജു കൂടി ആ ഘട്ടത്തിൽ പുറത്താവുകയാണെങ്കിൽ ടീം തകർന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ മെല്ലപ്പോക്ക് നയം ചെന്നൈ സൃഷ്ടിച്ചതെന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബ്രവിസിൻ്റെ ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലേക്കുള്ള ഒരു പ്രകടനത്തിലേക്ക് എത്താതെ പോയതും ഒരുപക്ഷെ ഒരു കാരണമായേക്കാം എന്ന് പറയുന്നു. ചെന്നൈ നമുക്കറിയാം വലിയ പാരമ്പര്യമുള്ള ടീമാണ്. ഈ സീസണിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചെന്നൈ ആ പാരമ്പര്യം അവകാശപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു ടീം ലൈനപ്പ് അല്ല അവർ ഈ സീസണിൽ മുന്നോട്ട് വെച്ചത്. അവർ ശ്രദ്ധിക്കുന്നത് ഒരു പക്ഷേ അടുത്ത വരും സീസണുകളിൽ ഒരു മികച്ച സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചെന്നൈയുടെ ഈ പരാജയത്തെ നമുക്ക് വിട്ടുകളയാമെന്ന് തോന്നുന്നു. ഒരു പരിധിയോളം നമുക്ക് വിട്ടുകളയാം. അവരൊരു പുതിയ തുടക്കത്തിൻ്റെ പാതയിൽ തന്നെയാണ്, ഒരു ടീം അഴിച്ചുപണിയലിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ പരാജയത്തെ വിട്ടുകളയാം. പക്ഷേ അപ്പോഴും ഋതുരാജ് ഗെയ്ക്വാദ് ആ ഇളവ് അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതിൽ ഇവർ മാത്രമല്ല, ഒരുപാട് പേര്, നമ്മൾ കൂടുതലും ഈ ചെന്നൈ മുംബൈ ടീമിൽ മാത്രമാണ് നിന്നിരിക്കുന്നത്. ഇതിൽ മറ്റു പല ടീമുകളിലും ഇപ്പം കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അജിങ്ക്യ രഹാനെ ഫോം ഔട്ടായിരുന്നു. പല മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോം നിർണായകമായിരുന്നു. റിങ്കു സിംഗ് വലിയൊരു ഫോം ഔട്ടായിരുന്ന ഒരു അവസാന കളി ഡക്കായിരുന്നു. ഇടയ്ക്ക് 1-2 കളികളിൽ ഒഴിച്ചു റിങ്കു സിംഗിന്റെ ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ചെന്നൈക്ക്. നിക്കോളാസ് പൂരന്റെ കാര്യം നമ്മൾ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ബാറ്റ്സ്മാനാണെന്ന് പറയുന്ന നിക്കോളാസ് പൂരൻ ലക്നൌവിനെ സംബന്ധിച്ച് വലിയൊരു ഫ്ലോപ്പ് ഷോ ആയിരുന്നു. റിങ്കു സിംഗ് ഇതേപോലെ ഫോം ഔട്ട് ആയിരുന്നു. പിന്നുള്ളത് ദിഗ്വേഷ് രാത്തി എന്നുള്ളൊരു ബോളർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ ഗംഭീരമായിട്ട് പന്തെറിഞ്ഞ് ഓരോ പന്തിന് ശേഷവും ഒപ്പിട്ടൊക്കെ കൊടുത്ത് സെലിബ്രേഷനൊക്കെ. പക്ഷെ അദ്ദേഹവും ഈ സീസണിൽ ഫോം ഔട്ട് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ചെന്നൈയിലേക്ക് വരികയാണെങ്കിൽ മറ്റൊരു താരം കൂടിയുണ്ട്, ആർച്ചാമി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ശിവൻ ദൂബെ. അദ്ദേഹവും വലിയൊരു ഫോം ഔട്ട് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പല മത്സരങ്ങളിലും അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ഫിനിഷിങ്ങിൽ അദ്ദേഹം പരാജയപ്പെടുന്ന എത്രയോ മത്സരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ചർച്ചാ വിഷയമായ ഒരു സീസണായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് താരങ്ങൾ ഫോം ഔട്ടായ താരങ്ങളുണ്ട്. പ്രതീക്ഷ നൽകുന്ന കുറച്ച് താരങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ കളിയുടെ കാര്യം കൂടി ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. ഇന്നിപ്പോൾ ആദ്യത്തെ പ്ലേ ഓഫ് മത്സരമാണ്. ഇന്ന് ജയിക്കുന്നവർക്ക് ഫൈനലിലേക്ക് നേരിട്ട് ടിക്കറ്റ് ലഭിക്കുകയാണ്. അതായത് RCBയും നിലവിലെ ചാമ്പ്യന്മാരാണ്. വലിയ പ്രതീക്ഷയോട് കൂടി കളിക്കാണ്. ഗുജറാത്തും ഒരു തരത്തിലും അവർ അവഗണിക്കാൻ പറ്റില്ല. കാരണം ആ മത്സരത്തിലേക്ക് IPL ടൂർണമെൻറ്റിലേക്ക് ഒരു തിരിച്ചുവരവ്, ഒരു മാസ് കംബാക്കാണ് ഒടുവിൽ നടത്തി അവർ 2ാം സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഇന്നത്തെ മത്സരം. എങ്ങനെയാണ് അനുപേട്ടൻ? ഇന്നത്തെ മത്സരം ഒരുപക്ഷെ തുല്യ ശക്തികളുടേത് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ഈ മത്സരത്തെ നിർണായകമാക്കുന്ന ഒരു ഘടകം ജയിക്കുന്നവർ നേരെ ഫൈനലിലേക്ക് പോകുന്നു എന്നതിൻ്റെ ആവേശം കൂടിയുണ്ട്. അതുകൊണ്ട് ജയിക്കാൻ തന്നെ ടീമുകൾ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. ഒരു ഭാഗത്ത് വിരാട് കോഹ്ലി നയിക്കുന്ന ബാറ്റിംഗ് നിര അതിശക്തമായിട്ടുള്ള രജത് പട്ടീദാർ അടക്കമുള്ളവരുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവിടെയുണ്ട്. മറുഭാഗത്ത് സായി സുദർശനും ഗില്ലും ഒക്കെ ഉള്ള
ഗുജറാത്ത് ടൈറ്റൻസും ഉണ്ട്. രണ്ട് ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ജയം നേടുകയായിരുന്നു. അത് തന്നെ ആദ്യം ബാംഗ്ലൂർ ജയിക്കുന്നു, പിന്നാലെ അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് തിരിച്ച് അടിച്ച് ജയിക്കുന്നു. അതുകൊണ്ട് ഇരു ടീമുകൾക്കും ആ താരങ്ങൾ എന്താണെന്നും ടീം എന്താണെന്നും പരസ്പരം അറിയാവുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഇന്നത്തെ മത്സരം നിർണായകമാവുന്നത്. ആ ഒരു ഘടകമായിരിക്കും ഒരുപക്ഷെ ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. വിരാട് കോഹ്ലി ഒരു മോശം ജസ്റ്ററിൻ്റെ പേരിൽ അദ്ദേഹം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ട്രവിസ് ഹെറ്റിൻ്റെമായിട്ടുള്ള ഉടക്കവും അതിനുശേഷം കൈകൊടുക്കാതെ പിരിഞ്ഞതും അടക്കം മുൻ താരങ്ങൾ അടക്കം വിമർശിക്കുന്നുണ്ട് വിരാട് കോഹ്ലിയെ. അത് മാറ്റാൻ അദ്ദേഹത്തിന് ഇന്നൊരു മികച്ച പ്രകടനം അനിവാര്യമാണ്. ബാറ്റ് കൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് മികച്ച ഒരു പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകും. നിർണായക മത്സരങ്ങളിൽ അദ്ദേഹം പെർഫോം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇന്ന് ജയിച്ച് ഫൈനലിലേക്ക് എത്തുക, കിരീടം നിലനിർത്തുക എന്നാണ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച്. ഒരു എക്സ്ട്രാ മത്സരത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ഒരിക്കൽ നേടുകയും ഒരിക്കൽ കൈവിട്ടു പോവുകയും ചെയ്ത കിരീടത്തിനരികിലാണ് ഗുജറാത്ത് നിൽക്കുന്നത്. യുവതാരങ്ങൾ മറുഭാഗത്ത് ഗില്ലിന് ചിലത് പ്രൂവ് ചെയ്യാനുണ്ട്. ഇന്ത്യൻ T20 ടീമിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ കപ്പ് ഉയർത്തുകയാണെങ്കിൽ, ഈ സീസണിൽ കപ്പ് ഉയർത്തുകയാണെങ്കിൽ ഗില്ലിനെ അവഗണിക്കാനാകാത്ത ശക്തിയായി മാറും ഇന്ത്യൻ T20 ടീമിനെ സംബന്ധിച്ച്. അദ്ദേഹം അത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ മത്സരം തീപാറുന്ന പോരാട്ടം തന്നെയായിരിക്കും. തുല്യശക്തികളുടേതാണ്. തുല്യശക്തികളെന്ന് പറയാൻ കാര്യം ഈ മത്സരം ജയിക്കുന്നവർ ഫൈനലിലേക്ക് പോകുമെന്നുള്ളതുകൊണ്ട് ആ ആവേശം ഇന്നത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നു. ആര് ജയിക്കുന്നതാണ്? ഗുജറാത്ത് ടൈറ്റൻസ് ജയിക്കും. MSK എങ്ങനെയാണ്? ഗുജറാത്ത് ജയിക്കാനാണ്. ഗുജറാത്ത് ഒരു ടീം എന്ന രീതിയിൽ നോക്കുമ്പം ബാംഗ്ലൂരിനേക്കാൾ ഒരു അപ്പർ എഡ്ജ് തീർച്ചയായിട്ടും ഗുജറാത്തിനുണ്ട്. ഗുജറാത്ത് പിന്നെ അതായത് അവരൊരു കറക്റ്റ് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. കറക്റ്റ് ഒരു ടെംപ്ലേറ്റ് അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞു, ഫസ്റ്റ് 3 ബാറ്റേഴ്സ് തീർച്ചയായിട്ടും അവർക്ക് മതി 100 പന്തുകളെങ്കിലും അവർ 3 പേരും ചേർന്ന് നേരിടുന്നുള്ളൊരു രീതിയാണ്. അതവർ കൃത്യമായിട്ടത് ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിരകളിൽ ഒന്നും ഗുജറാത്തിനൊപ്പമാണ്. അപ്പോൾ ഗുജറാത്തിനാണ് ഒരു എഡ്ജുള്ളത്. തീർച്ചയായിട്ടും പിന്നെ വിരാട് കോഹ്ലിയും സംഘവും നയിക്കുന്ന RCB തീർച്ചയായും അവർക്ക് ശക്തമായ വെല്ലുവിളി തന്നെ ഉയർത്താനാണ് സാധ്യത. RCB സംബന്ധിച്ചിടത്തോളം, വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം തോക്കുകയാണെങ്കിൽ ഒരു മത്സരം കൂടി എക്സ്ട്രാ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഒരു പക്ഷേ ഒരു ഓറഞ്ച് ക്യാപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റുള്ളവരെക്കാൾ. കാരണം അടുത്ത മത്സരം ഗുജറാത്ത് ജയിക്കുകയാണെങ്കിൽ നേരിട്ട് ഒരു ഫൈനലിലേക്ക് എത്തുന്നു. കോഹ്ലിക്ക് ഒരു മത്സരം എക്സ്ട്രാ കിട്ടുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പോസിബിലിറ്റി കൂടിയുണ്ട്. ഭുവനേശ്വർ കുമാറിനും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറും ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറും ഒരേ ടീമിൽ നിന്നാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരുപക്ഷെ RCB തോക്കുകയാണെങ്കിൽ, RCB വിജയിക്കുകയാണെങ്കിലും അത് പിന്നെ മറ്റുള്ളവർക്ക്, അതായത് സായി സുദർശനും പിന്നെ ഗില്ലുമൊക്കെ ഒരുപാട് മുന്നിലാണ്. അവർക്കും അവരവരുടെ പിന്നെ ആ ഒരു എഡ്ജ് നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള. ജാസിമിന്റെ എൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത് അത് RCB ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. കാരണം ഇന്നലെ രജത് പട്ടിദാർ ഇന്നലെ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങളുടെ ബൗളിങ്ങിലാണ് ഞങ്ങളുടെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ബാറ്റർമാരൊക്കെ ഒന്ന് മാറ്റി നിർത്തി ബൗളിങ്ങിൽ, അതായത് ഭുവനേശ്വർ കുമാറിനെ പോലെയുള്ള താരങ്ങൾ ഒക്കെ വലിയ ഒരു പ്രകടനം നടത്തിയൊരു സീസൺ കൂടിയാണിത്. അപ്പോൾ ഈ ഒരു സീസൺ പവർ പ്ലേയിൽ കൂടുതൽ വിക്കറ്റ് നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നതെന്ന് പരിശീലനത്തിന് ശേഷം അദ്ദേഹം നടത്തുന്ന ഒരു ബ്രീഫിങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവർ ബൗളിങ്ങിലും ഒന്ന് സെറ്റാക്കുന്നു, ബാറ്റിങ്ങിലും ഒരു ഘട്ടത്തിൽ എവിടെ തകർന്നാലും അവിടെ പിടിച്ചു കയറാനൊക്കെ പറ്റുന്ന താരങ്ങളും അവിടെയുണ്ട് എന്നുള്ളതും ശരി തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ വർഷം കിരീടമൊക്കെ നേടിയത് കൊണ്ട് തന്നെ അവരുടെ ഒരു കൂളായിട്ട് കളിക്കുന്ന ഒരു ടീമായിട്ടും അവരെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ബംഗളൂരുവിൻ്റെ ഒരു മുന്നേറ്റം ഒരുപക്ഷെ ഇന്നും ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ്. എന്തായാലും ബംഗളൂരു ഈ ഒരു തുടർച്ചയായിട്ടുള്ള കിരീടം നേടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഈ ഒരു സീസൺ കൂടി മുന്നോട്ട് വെക്കുന്നത്. പ്രതീക്ഷ അർപ്പിച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാൻ തോന്നുന്നു. പ്രതീക്ഷ അർപ്പിച്ച താരങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് താരങ്ങളുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും വൈഭവ് സൂര്യവംശി, അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രഘുവംശി ഒരു മികച്ച അങ്കുരിഷ് രഘുവംശി, അതുപോലെ അൻഷുൽ കാംബോജ്. അവസാന ഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് അടിയേറ്റ് വാങ്ങി എനിക്ക് അഭിപ്രായമില്ല ഇല്ല എങ്കിൽ പോലും അദ്ദേഹം ഈ സീസണിന്റെ ഒരു വാഗ്ദാനമായിട്ട് എങ്കിൽ പോലും തർക്ക വിഷയമാണ്. അദ്ദേഹം നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് തർക്ക വിഷയമാണ്. അദ്ദേഹം വരുംകാലത്ത് പ്രൂവ് ചെയ്തേക്കാം. നമ്മൾ വാഗ്ദാനം നമ്മൾ പറയുന്നുള്ളൂ. അവസാന ഘട്ടത്തിൽ അദ്ദേഹം പിന്നീട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന കുറച്ച് ഫാസ്റ്റ് ബൗളർമാർ ഉയർന്നു വരുന്നു എന്നുള്ളത് ഈ സീസൺ നൽകുന്ന ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. ഹിംഗെ, അതുപോലെ പ്രിൻസ് യാദവ്, സാക്കിബ് ഹുസൈൻ തുടങ്ങിയ താരങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ ഭാവി, നമ്മൾ ആദ്യം പറഞ്ഞ ബുംറയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ വരികയാണ്. ബുംറയൊക്കെ മാറിപ്പോകുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഇന്ത്യൻ പേസ് നിരയെ ആര് നയിക്കുമെന്ന് ചോദിച്ചാൽ അതിന് വാഗ്ദാനം നൽകുന്ന ഒരുപിടി താരങ്ങൾ അവിടെയുണ്ട് എന്ന ഒരു ശുഭകരമായിട്ടുള്ള ഒരു സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ബോളേഴ്സാണ് കൂടുതലും ഈ സീസണിൽ തിളങ്ങിയത്. വൈഭവ് സൂര്യവംശി ഒഴിച്ച് ബാക്കി ബാറ്റ്സ്മാൻമാരുണ്ട് കുറച്ചൊക്കെ. മറ്റേ ചെന്നൈയിൽ തന്നെ 2-3 പേരൊക്കെ ഉണ്ട്. എങ്കിലും
ബോളർമാരാണ് ഈ സീസണിൽ. സൺറൈസേഴ്സിന്റെ കുതിപ്പിന് പോലും ഈ ഹിങ്കയും അതുപോലെ തന്നെ IPL ബൗളർമാരുടെ കളിയായി മാറുന്നു എന്നുള്ള ഒരു ആദ്യ മത്സരത്തിൽ SRH തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ ഭയങ്കരമായിട്ടുള്ളൊരു പിന്നെ ബോൾഡ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. വെറ്ററൻ താരങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് ഉനത്കട്ടായിരുന്നു ആദ്യ മത്സരങ്ങളിൽ അവരുടെ സ്ട്രൈക്ക് ബോളർ, അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രഫുൽ ഹിങ്കയും അതുപോലെ തന്നെ സാക്കിബ് ഹുസൈനെയും ടീമിൽ വൈഭവിനെയും പുറത്താക്കാൻ കഴിയും തുടക്കത്തിലേയും തെളിയിക്കുന്ന സൺറൈസേഴ്സ് താരങ്ങൾ ആദ്യ ഓവറിൽ 4 വിക്കറ്റുകൾ വീഴുന്ന 3 വിക്കറ്റ് വീഴുന്ന മാജിക്, അങ്ങനെയൊക്കെയുള്ള ശുഭകരമായിട്ടുള്ള ചില സൂചനകൾ കൂടി ഹുസൈനാണ്. കാരണം അതിനുശേഷമുള്ള എല്ലാ മത്സരങ്ങളും അദ്ദേഹം ഓരോ മത്സരത്തിലും 1 വിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിന്റെ എക്കണോമിയും കുറവാണ്. ഏതായാലും ബൗളർമാരുടെ ഒരു വലിയ നിര ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വൈഭവ് സൂര്യവംശയെ പോലെയുള്ള വെടിക്കെട്ട് താരങ്ങൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാവുന്നതാണ്. ഞാൻ ക്രിസ് ഗെയിലിനെ മറികടക്കുക എന്നുള്ളതല്ല. 175 പുറത്താകാൻ 175 ആണല്ലോ T20 ക്രിക്കറ്റിൽ ഏറ്റവും വലിയ ഉയർന്ന സ്കോർ. അതിനപ്പുറം എനിക്ക് ഡബിൾ സെഞ്ചുറി നേടണം, ഇരട്ട സെഞ്ചുറി നേടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം. അതൊരു ലക്ഷ്യമായി, അത് ഇന്ത്യക്ക് വലിയൊരു നേട്ടം ഉണ്ടാകുന്ന റെക്കോർഡ് കൂടിയായിരിക്കും. എന്തായാലും അതൊക്കെ സാധിക്കട്ടെ എന്നുകൂടിയാണ് നമുക്കൊക്കെ പറയാനുള്ളതും. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിശകലനം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത മത്സരത്തിൽ അതിനുശേഷം നമുക്ക് വീണ്ടും ഇരിക്കാം.